ആലപ്പുഴ ചേർത്തലയിലേക്കാണ്. അവിടെ പള്ളിപ്പുറത്ത് സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിലെ കുളത്തിൽ നിന്ന് നിർണായക തെളിവ് വസ്ത്രത്തിന്റെ ഭാഗമാണ് കണ്ടെത്തിയിരിക്കുന്നത്. കുളം വറ്റിച്ചു നടത്തിയ പരിശോധനയിലാണ് ഇത് കിട്ടിയത്. ഇന്ന് രാവിലെ മുതൽ നടത്തുന്ന പരിശോധനയിൽ വീടിന്റെ പലയിടങ്ങളിൽ നിന്ന് അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ടുണ്ട്. രഘു, ഇപ്പോൾ നേരത്തെ രഘു പങ്കുവച്ചത് അവിടെ മാന്തിയപ്പോൾ മൃതദേഹാവശിഷ്ടത്തിന്റെ ഭാഗമെന്ന് സംശയിക്കുന്ന ചിലത് കണ്ടെത്തി. ഇതാ ഇപ്പോൾ തുണി കണ്ടെത്തുന്നു. എനിക്ക് തോന്നുന്നു തുണിയൊക്കെ കണ്ടെത്തുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ഒരു ഐഡന്റിഫിക്കേഷനിലേക്ക് കാര്യങ്ങൾ പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ്, ഏതൊക്കെ ഇടങ്ങളിൽ നിന്ന് ഇന്ന് പോലീസ് നിർണായകമായ വസ്തുക്കൾ കിട്ടി? ദിവിഷ്, സെബാസ്റ്റ്യൻ്റെ വീടിൻ്റെ പിറകുവശം പടിഞ്ഞാറ് വശത്താണ് ആദ്യം പോലീസ് പരിശോധന നടത്തിയത്. അവിടെ നിന്നാണ് അസ്ഥിയുടെ കഷ്ണങ്ങളും ഒപ്പം തന്നെ അതിന് സമീപത്തുള്ള കുളത്തിന് അടുത്തുനിന്ന് വസ്ത്രങ്ങളും കണ്ടെത്തിയത്. ഇത് ആരുടേതാണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ DNA പരിശോധനാ ഫലം വരണം. കാരണം സെബാസ്റ്റ്യൻ്റെ ഭാര്യയൊക്കെ ഒരു ഘട്ടത്തിൽ ഈ വീട്ടിൽ താമസിച്ചതാണ്. ഒരു പക്ഷേ അവരുടേതാകാം, അല്ലെങ്കിൽ മറ്റാരുടേതെങ്കിലും ആകാം. പക്ഷേ ആരുടേതാണ് എന്ന് വ്യക്തമായി കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയ പരിശോധനാ ഫലവും DNA പരിശോധനാ ഫലവും വരണം. നിലവിലിപ്പോൾ സെബാസ്റ്റ്യൻ്റെ വീടിൻ്റെ മുൻവശത്തായിട്ടാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും പുല്ലുവെട്ടി ഇത്തരത്തിൽ കൃത്യമായി സംശയം തോന്നുന്ന സ്ഥലങ്ങളിൽ, അതായത് പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ എക്യുപ്മെൻ്റൊക്കെ ഉപയോഗിച്ച് അവർക്ക് സംശയം തോന്നുന്ന ഇടങ്ങളിലാണ് കുഴിച്ച് പരിശോധിക്കുന്നത്. ആ ഭാഗത്തും കുളമുണ്ട്, വെള്ളക്കെട്ടുണ്ട്. അവിടെയൊക്കെ ഒരുപക്ഷെ പരിശോധന നടത്തിയേക്കാം. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിച്ച രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഒരു ചെറിയ തോതിലാണെങ്കിൽ പോലും കിട്ടുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്.